ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സ്ട്രെസ്ഫുള്ളാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഈ ജോലി ചെയ്യാൻ കുട്ടികൾ വിമുഖത കാണിക്കുന്നുണ്ട്. അതായത് ഈ ഗൈനക്കോളജി എടുക്കാനായിട്ട് കുട്ടികൾ വിമുഖരാണ്. ഗൈനക്കോളജി PG എടുക്കാൻ ആൾക്കാരുടെ നമ്പർ കുറവാണിപ്പോൾ. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് സ്ട്രെസ് ഫ്രീ ലൈഫ് വേണം. ഡെർമറ്റോളജി എടുക്കാം, ഈസി മണി. വേറൊരു അസുഖം പോലല്ലേ ഇത് എപ്പോഴും നമ്മളിങ്ങനെ. തീർച്ചയായും അത് ഞങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഓരോ പ്രഗ്നൻസിയും ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അമ്മയും കുഞ്ഞിനെയും നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണ്ടേ. ഞങ്ങൾ എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്താൽ പോലും പ്രോബ്ലംസ് വരാം. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാവണമെന്നില്ല. അത് പേഷ്യൻസിനെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കുഞ്ഞിനും വരാം. കാരണം നമ്മൾ ഡെലിവറി എടുക്കുമ്പോൾ നന്നായിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും 1 വയസ്സാകുമ്പോൾ ഓട്ടിസം കാണിക്കുന്നത്. അപ്പോൾ ഈ പേഷ്യൻ്റ് ചിന്തിക്കും, അയ്യോ മാഡം ഡെലിവറി എടുത്തതിൽ എന്തോ അപാകത പറ്റിയോ. എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, മാഡം 1 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു, മാഡം വന്ന് വാക്യൂം ഇട്ടതുകൊണ്ടാണോ. എൻ്റെ ഒരു കുട്ടി ചോദിച്ചതാണ്, പേഷ്യൻ്റ്. മനസ്സിലായില്ലേ? അതിന്റെ കാരണം എന്തൊക്കെയായിരിക്കും സാധ്യത? ഓട്ടിസത്തിന് മൾട്ടി ഫാക്ടോറിയലാണ്. നമ്മളുടെ ഈ 1 വയസ്സ് വരെ കുഞ്ഞിന് കിട്ടുന്ന ഇൻപുട്സ് പോലും അതിന് കാരണമാകാൻ തോന്നുന്നു. ഓക്കെ. ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജിലേക്ക് വരുമ്പോൾ ഹസ്ബൻഡിന്റെ റോളുണ്ട്. കാര്യം ഒരു പെൺകുട്ടി മാത്രം ഇതെല്ലാം അനുഭവിക്കുക, എല്ലാം നോക്കുക. ഒരു ഹസ്ബൻഡിന്റെ റോളുണ്ട്. ഈ ഹസ്ബൻഡിന്റെ റോളിൽ എത്രത്തോളം എല്ലാവരും റെസ്പോൺസിബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ട് ഡോക്ടർ? അല്ല, ഒരു 90% ഹസ്ബൻഡ്സും റെസ്പോൺസിബിൾ ആണ്. 10% ആൾക്കാർ മാറിയിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഈ ബർത്ത് അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ലേബർ റൂമിൽ പേഷ്യൻറ്റിനൊരു ഒരു കൂട്ട് അമ്മയോ സിസ്റ്ററോ ഫ്രണ്ടോ ഹസ്ബൻഡോ ഈ പേഷ്യൻറ്റിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളിനെ ഞങ്ങൾ അനുവദിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെൻറ് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വെക്കണം. കാരണം പെൺകുട്ടി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. പക്ഷെ അത് വളരെ കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ്സ് തയ്യാറാവില്ല. അയ്യോ ഡോക്ടറെ പേടിയാ, എനിക്ക് വയ്യ, അവളുടെ അമ്മ നിൽക്കട്ടെ, അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞങ്ങൾ വഴക്ക് പറയാറുമുണ്ട്. അങ്ങനെ അല്ലല്ലോ വേണ്ടത്, നിങ്ങളും ഇതൊന്ന് കാണുക, നിങ്ങളും ഇതൊന്ന് അനുഭവിക്കുക, ഞങ്ങൾ പറയാറുണ്ട്. അത് അനുഭവിക്കുന്നത് നല്ലതാണ് ഒരു അർത്ഥത്തിൽ. ഒരു അർത്ഥത്തിൽ നല്ല. അല്ല, ചില ഭർത്താക്കന്മാർ ഇൻസെൻസിറ്റീവാണ്. വേദന, എൻ്റെ അമ്മയും പ്രസവിച്ചതല്ലേ, അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. തലമുറ മാറി. ഇന്നത്തെ കുട്ടികൾ കഷ്ടപ്പെടാൻ തയ്യാറല്ല. പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഉണ്ടാവുന്ന അതിന്റെ ഒരു വേദനയുടെ ഒരു ഇമ്പാക്ട് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ഹസ്ബൻഡും കൂടെ വന്ന് നിൽക്കുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെ വന്ന് നിന്നാൽ കുറെയൊക്കെ മനസ്സിലാക്കും. സുധിയുടെ വേദന എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല. കണ്ടു നിൽക്കുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടല്ലോ, പക്ഷെ അനുഭവിച്ച് മനസ്സിലാക്കാൻ അത് പറ്റില്ല. അതൊരു പെണ്ണിനെ മനസ്സിലാവുള്ളൂ. എന്നാലും ഇപ്പോഴത്തെ ഒരു ഇതില് ഏജ് എങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു നോക്കുമ്പോൾ നേരത്തെ ആണോ പ്രഗ്നൻസി സ്റ്റേജിലേക്ക് പോകുന്നത്, അതല്ല ഒരു കറക്റ്റ് മുമ്പ് പഴയ പോലെയാണോ? പണ്ടൊക്കെ മിക്ക കുട്ടികളും 25 വയസ്സിനങ്ങനെ 2 പ്രസവം കഴിയുമായിരുന്നു. ഇപ്പോൾ ഒരു 25% ആൾക്കാരെങ്കിലും അബവ് 30 ആണ് ഫസ്റ്റ് പ്രഗ്നൻസി. റിസ്ക്കും 30 കഴിയുമ്പോഴല്ലേ? തീർച്ചയായും. ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ശരീരം ഓരോ ദിവസവും വയസ്സാകുകയല്ലേ. അതിപ്പം നമ്മൾ ജനിക്കുന്ന മുതൽ ഗ്രോത്ത് ഉണ്ടെങ്കിലും വയസ്സും ആവുന്നുണ്ട്. അപ്പോൾ ഒരു 30 കുഴപ്പമില്ല, 35+ ആവുമ്പോൾ നമ്മൾ എൽഡർലി ആയി കഴിഞ്ഞു. ഇതറിഞ്ഞിട്ട് ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ അതുവരെ കൊണ്ടുപോകുന്നത് തോന്നിയിട്ട്? അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ PhD കഴിഞ്ഞ് കല്യാണം കഴിക്കാം, അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ജോലി ദൂരെ ആയിരിക്കും. 3 വർഷത്തിൽ ഒരിക്കൽ ട്രാൻസ്ഫർ കിട്ടുന്ന എത്രയോ ബാങ്ക് ഓഫീസേഴ്സ് ഉണ്ട്. വലിയ പ്രയാസമാണ് കുട്ടികൾക്ക്. പ്രഗ്നൻ്റ് ആവാൻ തന്നെ പ്രയാസമാണ്. പ്രഗ്നൻറ്റ് വിമൻ ട്വിൻ പ്രഗ്നൻസിയൊക്കെ നമുക്ക് ഈ മാസം തികയാതെ പ്രസവിക്കാൻ ചാൻസ് കൂടുതലാണ്. നേരത്തെ അബോർഷൻസിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ. അങ്ങനെയാണല്ലേ? പ്രീടേം ലേബറിന് വലിയ വയറല്ലേ. അതൊരു 8 months ഒക്കെ ആകുമ്പോൾ തന്നെ 9 months വയറ് കഴിയും. സ്പേസ് ഒരു കൺസ്ട്രെയിൻഡ് ഉണ്ടല്ലോ, 2 കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് ചാൻസ് കൂടുതലാണ്. നേരത്തെ മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ളവരാണെങ്കിലും അതെ. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. യൂട്രസിൻ്റെ താഴ്ഭാഗം സെർവിക്സ് ഷോർട്ടായിട്ടുള്ളവർ, നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ളവർ, അവരെടുത്തും ഇങ്ങനെ ലോങ് ജേർണി പാടില്ല എന്ന് പറയാറുണ്ട്. സാധാരണ അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെങ്കിൽ 8 months വരെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
ലോങ് ഡിസ്റ്റൻസ്, ഇപ്പോൾ അമേരിക്ക വരെ പോകണമെങ്കിൽ 24 hours ഫ്ലൈറ്റ് ഇരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അനങ്ങാതെ ഇരിക്കുകയല്ലേ, ഫ്ലൈറ്റിൽ നമ്മൾ എത്ര ഒന്നും നടക്കുന്നത്, ആക്റ്റീവ് ആവാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ബ്ലഡ് ക്ലോട്ട് ആവാനും എംബോളിസം, തലച്ചോറിലോ ഹാർട്ടിലോ ലങ്സിലോ ഒക്കെ ഇത് കയറി സ്റ്റക്കായിട്ട് ഡെത്തിന് പോസിബിൾ. നേരത്തെ നമ്മൾ സംസാരിച്ച് പോയതാണ് വർക്കൗട്ട്, ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട് എല്ലാവരും. ഈ ജിമ്മിൽ പോയി വെയിറ്റ് എടുത്ത് അങ്ങനെ ഒരു രീതിയുണ്ട്. എപ്പോൾ വരെ പോകാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ? അതെ അതെ. അത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണോ അത് ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പ്രഗ്നൻസിയിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ കെയർഫുൾ ആവണം, ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോൾ ക്ഷീണം തോന്നുന്നു അത് നിർത്തുക. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിവിയർ എക്സസൈസിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു മോഡറേറ്റ് വാക്കിംഗ് ഇനഫ്. വെയിറ്റ് ട്രെയിനിങ് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.